എന്നാൽ ഹബീബായ നബി തങ്ങൾ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ സഹാബി വര്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ സല്ലൈത സുബ്ഹ ഫഖുൽ സലാസ മർറാത്ത് സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. നിങ്ങളൊരു കാര്യം ചെയ്യാം, സുബ്ഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട ദിക്റും ദുആയും ഒക്കെ കഴിഞ്ഞാൽ ഒരു 3 തവണ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലുക. അപ്പോൾ ആർക്കറിയാത്ത, നമ്മൾക്ക് നിസ്കാരത്തിൽ സാധാരണ റുക്കൂയിൽ ചൊല്ലുന്ന ദിക്ർ 3 തവണ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലുക. അതിനുശേഷം ഇങ്ങനെ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക വഅഫിൽ അലയ്യ മിൻ ഫളിക വൻശുർ അലയ്യ മിൻ റഹ്മതിക വഅൻസിൽ അലയ്യ മിൻ ബറകാതിക. اللهم إني أسألك مما عندك وافض علي من فضلك وانشر علي من رحمتك وأنزل علي من بركاتك. ഈ പ്രാർത്ഥന നിങ്ങൾ സുബ്ഹിക്ക് ശേഷം ദായിമാക്കിയാൽ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്ന് ജല്ല ജലാലായ അല്ലാഹു രക്ഷ നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മളെയൊക്കെ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഈ മനുഷ്യനോട് വാർദ്ധക്യ സഹജമായ പ്രയാസം അനുഭവിക്കുന്ന ഈ സഹാബിവര്യനോട് മുത്തുനബി 2 കാര്യം പറഞ്ഞു കൊടുത്തതിൽ ഒന്നാമതായി പറഞ്ഞു കൊടുത്തത്, മാ മറർത ബിഹജരിൻ വലാ ശജരിൻ വലാ മദരിൻ ഇല്ലസ്തഗ്ഫറ ലക. ഒരു ഇൽമ കിട്ടണമെന്ന താല്പര്യത്തോടെ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടു. അതിൽ നിങ്ങൾ വിട്ടുകടന്ന മണൽത്തരികൾ എത്രയാണ്, വൃക്ഷങ്ങൾ എത്രയാണ്, കല്ലുകൾ എത്രയാണ്, അതെല്ലാം ഇലാഹായ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി والأرض حتى الحوت مع نمل الفلاح كل يصلي يا حبيب على الذي قد علم الخير الأناس محصلا. ഇൽമിന്റെ അഹ്ലുകാർക്ക്, അത് പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ, അവർക്ക് വേണ്ടി എല്ലാം പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദർസിന്റെ പുറമെ നമ്മുടെ ഉള്ള വിദ്യാർത്ഥികൾക്ക് സ്വദേശി ദർസിന്റെ സംവിധാനം ഇവിടെ ഉണ്ടോ? അൽഹംദുലില്ലാഹ്, വലിയ സംഗതിയാണ്. ചില നാട്ടിലൊക്കെ നല്ല പ്രൗഢമായ റാഹത്തായിട്ട് ആ കാര്യം മുന്നോട്ട് പോകും. ചില നാട്ടുകാര് ആ വിഷയത്തിൽ അത്ര വലിയൊരു ബോധമില്ലാത്തത് കൊണ്ട് ചിലപ്പോ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ ഈ പ്രദേശത്തുള്ള ബഹുമാന്യരായ മുഅ്മിനീങ്ങളോട് പറയാണ്, ആ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അത് പഠിക്കണമെന്ന താല്പര്യം വിദ്യാർത്ഥികൾക്കുണ്ടാവണം. എൻ്റെ മകൻ ആ പരിശുദ്ധമായ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന താല്പര്യം പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കുണ്ടാകണം. 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ, ആ ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും അങ്ങനെ നമ്മൾ ആ ഒരു ഈമാന്റെ ഊർജം നമ്മളെ കൽബിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു കാര്യം ഞാൻ പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. നാട്ടിലൊക്കെ ഇങ്ങനെ ഇൽമ പഠിക്കാനുള്ള സംവിധാനം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്ന് മാറി നടക്കുന്നവർക്ക് 3 തരത്തിലുള്ള പരീക്ഷണം അള്ളാഹു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പേടി തോന്നാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, യഅതി സമാനുൻ അലാ ഉമ്മതി യഫിറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാ ഫയബ്തലീഹിമുല്ലാഹു തആല ബിസലാസി ബലിയാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, യഅതി സമാനുൻ അലാ ഉമ്മതി, എൻ്റെ ഉമ്മത്തിന് ഒരു കാലഘട്ടം വരാനുണ്ട്. അന്ന് യഫിറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാഇ,
ദീന് പഠിപ്പിക്കുന്നവരിൽ നിന്ന്, ആലിമീങ്ങളിൽ നിന്ന് പരിശുദ്ധമായ കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന, ദീനിന്റെ മര്യാദകളും ചട്ടങ്ങളും നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ഒക്കെ പഠിപ്പിക്കപ്പെടുന്ന ആലിമീങ്ങളിൽ നിന്ന്, അത്തരത്തിലുള്ള സംവിധാനത്തിൽ നിന്ന് എന്റെ ഉമ്മത്ത് ഓടി രക്ഷപ്പെടും. അതിനോട് താല്പര്യം കാണിക്കൂല. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവർക്ക് അല്ലാഹുവിന്റെ പരീക്ഷണം വരുന്നതാണ്. ജല്ല ജലാലായ അല്ലാഹു അവരെ പരീക്ഷിക്കുന്നതാ. ബിസലാസി ബലിയാസ്, 3 തരത്തിലുള്ള പരീക്ഷണങ്ങൾ. ആരെ കുറിച്ചാ ഈ പറയുന്നത്? നമ്മളെ കുറിച്ച് തന്നെ. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ച് ഇങ്ങനെ നാട്ടിലുള്ളവർക്കൊക്കെ ഇൽമു പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങളെല്ലാവരും മഗ്‌രിബ് നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു സമയം നിശ്ചയിച്ചിട്ട് ആ സമയത്ത് കഴിയുന്നവരൊക്കെ പള്ളിയിലേക്ക് വരണം. 1 മണിക്കൂറെങ്കിലും അള്ളാഹുവിന്റെ ദീന്, എന്റെ റബ്ബിന് എന്നോട് എന്താണ് പറയാനുള്ളത്, എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ ഉൾക്കൊള്ളേണ്ടത് എങ്ങനെയാണ്, എന്റെ കർമ്മങ്ങൾ, നിസ്കാരവും മറ്റ് കർമ്മങ്ങളൊക്കെ എങ്ങനെയാവണം, എന്റെ വിശ്വാസം എങ്ങനെയാവണം, ഇതൊക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനം നമ്മളെ മഹലിൽ ഉണ്ടായെന്ന് വിചാരിക്കുക. അത് പഠിപ്പിക്കുന്ന ഉസ്താദുണ്ട്, സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് സൗകര്യപ്പെട്ടിട്ടും ഒരാൾ അതിനോട് താല്പര്യം കാണിച്ചില്ല, അണ്ട് പോയില്ല. അവരെ കുറിച്ചായി പറയുന്നത്. അതാണ് ഉലമാക്കളിൽ നിന്നും ഫുഖഹാക്കളിൽ നിന്നൊക്കെ അകലൽ, അവരിൽ നിന്ന് മാറി നിൽക്കുക, ആ കാര്യത്തിന്, ആ ഇൽമിന് പരിഗണന കൊടുക്കാതിരിക്കുക. ാണ് അതിശക്തമായ 3 പരീക്ഷണങ്ങൾ ഇലാഹായ റബ്ബ് അത്തരക്കാർക്ക് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവലുഹാ, അതിലൊന്നാമത്തേത് യുർഫഉൽ ബറകത്തു മിൻ കസ്ബിഹിം, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അല്ലാഹു ബറക്കത്ത് ഉയർത്തിക്കളയും. ബറക്കത്ത് വലിയ സംഗതിയാ. കുറെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമല്ല. അതിൽ അല്ലാഹു തആല ബറക്കത്ത് തരുന്നില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാവില്ല, അനുഭവിക്കാൻ കഴിയൂല. പടച്ചോൻ നമ്മളെ കാക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കുറെ ഉണ്ടായിട്ടെന്താ മുഅ്മിനെ, അനുഭവിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ് അതുകൊണ്ടുള്ള കാര്യം? പിന്നെന്തിനാണത്? അല്ലാഹു തആല പറയുന്നുണ്ട്, ഇങ്ങനെ നന്മയിൽ നിന്ന്, ആലിമീങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവർ, അവർക്ക് അല്ലാഹു 3 തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊടുക്കുന്നതിൽ അവ്വലുഹാ യുർഫഉൽ ബറകത്തു മിൻ കസ്ബിഹിം, അവർ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന്, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു ഉയർത്തപ്പെടും. പറയാറുണ്ടല്ലോ പല ആളുകളും, ഉസ്താദേ എനിക്ക് നല്ല ജോലിയാണ്, എനിക്ക് നല്ല ഏർപ്പാടാണ്, നല്ല സമ്പാദ്യമുണ്ട്, കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ കുറെ കിട്ടുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്താണെന്നറിയൂല, ഇതെവിടെ പോണെന്ന് അറിയണില്ല. ഈ കിട്ടുന്നതിലൊരു ബറക്കത്തില്ല. കിട്ടുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാൻ തികയണില്ല. എന്നും കടവും കള്ളിയും പ്രയാസവും വിഷമങ്ങളും. എന്നാൽ കണക്കൂട്ടി നോക്കിയാലോ, അവിടെ നിന്ന് അത്ര കിട്ടി, ആ കച്ചവടത്തിൽ ഇത്ര കിട്ടി, അങ്ങനെ ജോലിക്ക് പോയിട്ട് അത്ര കിട്ടി, സംഗതിയൊക്കെ ഉണ്ട്. കയ്യിൽ വേണ്ട ഒരു ആവശ്യത്തിന് കയ്യിൽ കാശില്ല. ഇത് ബറക്കത്ത് നഷ്ടപ്പെടുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. അതിൽ ഒരു കാരണം മുത്തുനബിയാ നമുക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ആലിമീങ്ങളിൽ നിന്നും ഫുഖഹാക്കളിൽ നിന്നും അകന്നു പോകരുത്. അതുകൊണ്ട് അല്ലാഹു തആല ഭയങ്കര ബറക്കത്ത് തരും. പടച്ചോൻ തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ പരീക്ഷണം കേൾക്കണം മുഅ്മിനേ. യുസല്ലിതുല്ലാഹു അലൈഹിം സുൽത്താനൽ ളാലിമാ, അക്രമികളായ ഭരണാധികാരികളെ അവരുടെ മേൽ നാം അധികാരപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഈ നന്മയിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ, പൊതുവെ നാട്ടിലുള്ള അവസ്ഥാവിശേഷം അങ്ങനെയായി കഴിഞ്ഞാൽ, പിന്നെ ഭരണാധികാരികളായി വരുന്നവർ വലിയ ലാലിമീങ്ങളാകും. ഉപദ്രവമായ, അവരിൽ നിന്ന് ഉപദ്രവകരമായ തീരുമാനങ്ങളും ആസൂത്രണങ്ങളും ഒക്കെ ഉണ്ടാകും. അതവർ നടപ്പിൽ വരുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പൊല്ലാപ്പ് നേരിടേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ.
ഈ രാജ്യത്തുള്ള ഓരോ മതസ്ഥർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അത് നല്ല നിലയിൽ ആ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അനുവദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലുള്ള ഭരണാധികാരികളെ കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഭരണാധികാരികൾ ആലിമീങ്ങളാവുക എന്ന് പറഞ്ഞാൽ വലിയ പൊല്ലാപ്പാണ് മുമ്മിൻ. എന്നാൽ അത്തരത്തിലുള്ള പൊല്ലാപ്പുണ്ടാകാൻ കാരണമാകുന്നത് ആലിമീങ്ങളിൽ നിന്നും ഫുഖഹാക്കളിൽ നിന്നും അകന്നു പോകുമ്പോഴാണെന്ന് മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ കാര്യം ഇതാണ്, യഖ്റുജൂന മിനദ് ദുനിയാ ബിഗൈരി ഈമാൻ. ഈമാനില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ വാക്ക് ചൊല്ലാനുള്ള തൗഫീഖ് കിട്ടാതെ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകലാണ്. യഖ്റുജൂന മിനദ് ദുനിയാ ബിഗൈരി ഈമാൻ. ഈമാനില്ലാതെ മരിച്ചു പോകേണ്ടി വരും. അപ്പൊ നമ്മൾ പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നാൽ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്ന്, നല്ല ചങ്ങായിമാരുണ്ടാവും. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, പല ആളുകളും പല അധാർമികതയിലും എത്തിപ്പെടാനുള്ള കാരണം പ്രധാനമായും കൂട്ടുകാരല്ലേ. എങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മ നാട്ടിലുണ്ടായി കഴിഞ്ഞാൽ അവരുമായുള്ള ബന്ധം, ആ ഒരു സ്നേഹം, അങ്ങനെ ഒരു ദർസ് സംവിധാനം, എന്നിട്ട് തീരുമാനം എടുക്കുക, അല്ല നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു ദിവസം ഇവിടെ ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറകളൊക്കെ ഉണ്ടല്ലോ, പുണ്യപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് അവിടെ പോവല്ലേ, ഉസ്താദും ശിഷ്യന്മാരെല്ലാരും കൂടി പോവാൻ. മമ്പുറത്തേക്ക് പോകുമ്പോ മഹാനായ മമ്പുറന്തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, പൊന്നാനിയിലേക്ക് പോകുമ്പോ, വെളിയങ്കോട്ടേക്ക് പോകുമ്പോ, ഓരോ തൃപ്പനച്ചിയിലേക്ക് പോകുമ്പോ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവര് സ്വീകരിച്ച രീതികൾ, അവരെങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരം നേടി. അപ്പൊ ആ നിലയിലുള്ള ഒരു കൂട്ടുകെട്ടും സംവിധാനവും ഉണ്ടാകുമ്പോ അതിന്റെ ഫലമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പടച്ചോൻ തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെയൊക്കെ അങ്ങനത്തെ നല്ല സംഘത്തിൽ ചേർക്കണമേ റബ്ബേ. നല്ല കൂട്ടുകെട്ട് വേണം മുഅ്മിനെ, എന്നാലേ നന്നാവുള്ളൂ. അനിൽ മറയിലാ തസൽ വസല്ലം ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറാനി യഖ്തദി. നിനക്കൊരാളെ കുറിച്ച് അറിയണമെന്ന താല്പര്യമുണ്ടെങ്കിൽ അയാൾ ആരുടെ കൂടെയാണ് നടക്കുന്നതെന്ന് നോക്കിയാൽ മതി. അവന്റെ ചങ്ങാത്തമാരുടെ കൂടെയാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഏതൊരാളും അവന്റെ കൂട്ടുകാരന്റെ സ്വഭാവവും സംസ്കാരവും എന്താണോ അതിനനുസരിച്ചായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു റസൂൽ പറഞ്ഞതല്ലേ, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഏതൊരാളും അവന്റെ കൂട്ടുകാരൻ, അവന്റെ ചങ്ങാതി, ആ ചങ്ങാതിയുടെ സ്വഭാവവും സംസ്കാരവും രീതിയും കാര്യങ്ങളൊക്കെ എന്താണോ അതിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ആരെ കൂടെയാണ് കൂടുന്നത്, ആരൊക്കെയാണ് ചങ്ങാതിമാര്, ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാരുടെ ഇടപെടൽ കൊണ്ട് ഭയങ്കര മാറ്റം ഉണ്ടാവും. മുത്ത് റസൂലിന്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങൾ എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരി നബിയെ, ഈ ഖുർആൻ ഒരിക്കലും നിങ്ങളെ പോലത്തെ ഒരാൾക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയൂല, പറയാൻ കഴിയൂല. ഇത് നിങ്ങൾ പറയുന്ന അത്ഭുത ശക്തിയിൽ നിന്നുള്ളത് തന്നെയാണ്, ഞാൻ അതിൽ വിശ്വസിക്കുന്നു, എനിക്ക് വിശ്വസിക്കണം. ഷഹാദത്ത് കലിമ ചൊല്ലിത്തരൂ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തിട്ട് അതേറ്റ് ചൊല്ലിയ ആളാണ് ഉബയ്യ് ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഉബയ്യ് ഇബ്നു ഖലഫിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചതാരാ? കൂട്ടുകാരെ കൊണ്ട് അതിന് കഴിയും. എന്നിട്ട് അങ്ങനെ കൂട്ടുകാരെ കൊണ്ട് പഴച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന പൊല്ലാപ്പിനെ കുറിച്ച് ആയത്തും ഇറങ്ങി. ശ്രദ്ധിക്കണേ, അത് വല്ലാത്തൊരു സംഗതിയാണ്. ഞാൻ എന്തേ ഇപ്പൊ പറഞ്ഞെന്നറിയോ, ഇങ്ങനെയുള്ള നല്ല കൂട്ടായ്മയിലൂടെ ഒരുപാട് നന്മകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കൂട്ടുകാരന്മാര് മോശമായി കഴിഞ്ഞാലോ ഒരുപാട് പൊല്ലാപ്പുണ്ടാവും. അപ്പൊ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നു കളയണമെന്ന തീരുമാനമെടുക്കാനായി ഖുറൈശികൾ ഒരിക്കൽ യോഗം ചേർന്നിട്ട് അവര് പറഞ്ഞു, പലതവണ പലതരത്തിലുള്ള സന്ധിക്ക് നമ്മൾ തയ്യാറായി. മുഹമ്മദിനോട് ഈ ദഅവത്ത് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ദഅവത്ത് ഒഴിവാക്കാൻ മുഹമ്മദ് തയ്യാറായിട്ടില്ല. ഇനി ഒരു കോംപ്രമൈസും ഇല്ല. ഒറ്റ കാര്യം പറയാനുള്ളൂ, മുഹമ്മദിന്റെ തല വെട്ടിയെടുത്തു കൊണ്ടുവരണം. മുഹമ്മദിനെ
കൊന്നു കളയണം. നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് അതിന് തയ്യാറാവുക? അവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. ചാടി എഴുന്നേറ്റു സദസ്സിൽ നിന്ന് ഉബയ്യ് ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. ഉബയ്യ് ഇബ്നു ഖലഫ് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, അക്കാര്യം ഞാൻ ഏറ്റു, മുഹമ്മദിന്റെ തല ഞാൻ കൊണ്ടുവരും. നിങ്ങൾ ചിന്തിക്കണം, പറഞ്ഞത് ഉബയ്യ് ഇബ്നു ഖലഫ് ആയതുകൊണ്ട് അവിടെ ഉള്ളവർക്കൊക്കെ സന്തോഷായി. ഉബയ്യ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അവർ ഉറപ്പിച്ചു. കാരണം മുത്ത് റസൂലിന്റെ കഠിന വിരോധിയാണ് ഉബയ്യ് ഇബ്നു ഖലഫ്. അള്ളാന്റെ റസൂലിന്റെ കൈ കൊണ്ട് വെട്ടേറ്റ് മരണപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ ഈ ഉബയ്യ് ഇബ്നു ഖലഫാണ്. ഉഹദ് യുദ്ധത്തിന് വന്നിട്ടോ വലിയ ആളായിട്ട് ഇങ്ങനെ പറഞ്ഞു, എവിടെയോ നിങ്ങളെ മുഹമ്മദ്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുഹമ്മദിന് 100 ആളെ ശക്തിയുണ്ട്, മുഹമ്മദിന് 40 ആളെ ശക്തിയുണ്ട്, മുഹമ്മദ് ഭയങ്കര ധീരനാണ്. ഞാൻ ഇന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ മുഹമ്മദിനോടല്ലാതെ യുദ്ധം ചെയ്യൂല എന്ന് പറഞ്ഞല്ലേ ബീമ്പ് പറഞ്ഞപ്പോ സഹാബികൾ മുത്തുനബിയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പിന്നെ പെട്ടെന്ന് കഥ കഴിക്കായിരുന്നു. മുത്തുനബിയുടെ കഠിന വിരോധിയാണ് ഈ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ നേരെ ജ്യേഷ്ഠനാണ് ഉമയ്യത്ത് ഇബ്നു ഖലഫ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനനായ ഉമയ്യത്ത് ഇബ്നു ഖലഫ്. അയാൾക്ക് മുത്തുനബിയോടുള്ള വെറുപ്പിനൊരു പരിധി പറയാനില്ലായിരുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചപ്പോ, ആ വിവരമറിഞ്ഞപ്പോ ബിലാൽ തങ്ങൾ ധരിച്ച വസ്ത്രം പിച്ച് കീറി, എന്നിട്ട് ബിലാൽ തങ്ങളുടെ കൈകാലുകൾ കൂട്ടിക്കെട്ടി ചുട്ടുപൊള്ളുന്ന മണലിൽ മലർത്തിക്കിടത്തി ബിലാൽ തങ്ങളുടെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റിവെച്ചു. നട്ടുച്ച നേരത്ത് ബിലാൽ തങ്ങൾ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ആ സൂര്യനെ നോക്കി മലർന്ന് കിടക്കാൻ. ദാഹിച്ച് തൊണ്ട വരണ്ടു, അണ്ണാക്ക് ഉണങ്ങിപ്പോയി, ചുണ്ട് ഉണങ്ങിപ്പോയി. ബിലാൽ തങ്ങൾ കണ്ണീരോടുകൂടെ വിളിച്ചു പറഞ്ഞു, അൽമാ അൽമാ, ഇത്തിരി വെള്ളം കിട്ടുമോ? കുറച്ച് വെള്ളം വേണം. എടാ നിനക്ക് വെള്ളം വേണോന്ന് ചോദിച്ചിട്ട് ഫജാ ഇലൈഹി സയ്യിദുഹു, യജമാനൻ ഉമയ്യത്ത് ഇബ്നു ഖലഫ് വരികയാണ്. എന്നിട്ട് വറഫഅ സൗബഹു, അയാൾ തന്റെ വസ്ത്രം ഉയർത്തുകയാണ്. ഫബാല ഇലാ ഫമിഹി, മഹാനായ ബിലാൽ തങ്ങളുടെ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ്. മുഅ്മിനേ ശ്രദ്ധിക്ക, മുഅ്മിനേ, വിശ്വസിച്ചതിന്റെ പേരിൽ ബിലാൽ തങ്ങൾക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഈ മർദ്ദനങ്ങളൊക്കെയും അതിന് നേതൃത്വം നൽകിയത് യജമാനൻ ഉമയ്യത്ത് ഇബ്നു ഖലഫ്. അവന്റെ നേരെ അനുജനാണ് ഉബയ്യ് ഇബ്നു ഖലഫ്. അവൻ പറഞ്ഞു, മുഹമ്മദിന്റെ തല കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു, എനിക്ക് വിട്ടേക്കും. അവൻ വാളും ചുഴറ്റിപ്പോയി. നല്ല പ്രതീക്ഷയിലാണ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെയും. കാരണം പോയത് ഉബയ്യ് ഇബ്നു ഖലഫ, ഇനി തിരിച്ചു വരികയാണെങ്കിൽ തലയായിട്ടേ വരുള്ളൂ. അവര് കാത്തിരുന്നു. അങ്ങനെ ഉബയ്യ് ഇബ്നു ഖലഫ് ചെന്നു നോക്കുമ്പോ മുത്തുനബി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതുകയാണ്. സുബ്ഹാനല്ലാഹ്, അറബി സാഹിത്യം അറിയുന്ന ആളാണ് ഉബയ്യ് ഇബ്നു ഖലഫ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഓത്ത് കേൾക്കേണ്ട താമസം ഉബയ്യ് ഇബ്നു ഖലഫ് അറിയാതെ അതിലേക്ക് ശ്രദ്ധിച്ചു പോയി. ഖുർആന്റെ വശ്യമനോഹരമായ ആ സ്വരരാഗസുധ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ ഖൽബിലേക്ക് കയറി. ഉബയ്യ് അറിയാതെ വിളിച്ചു പറഞ്ഞു പോയി, മാ ജമലഹാ വമാ ഹലാഹാ വമാ അഹ്സനഹാ ലഖിനി ശഹാദത യാ മുഹമ്മദ്. മുഹമ്മദേ, എന്തൊരു മധുരാണ്, എന്തൊരു സൗന്ദര്യാണ്, എന്തൊരു സുഖാണിത് കേൾക്കാൻ. നിങ്ങളെ പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു വചനം ഉണ്ടാക്കാൻ കഴിയൂല. ഇത് നിങ്ങൾ പറഞ്ഞ അദൃശ്യ ശക്തിയിൽ നിന്നുള്ളത് തന്നെയാണ്. ലഖിനി ശഹാദ, എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരും. സന്തോഷം കൊണ്ട് മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞു പോയി. ഫലഖനഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. ഒരു കൊച്ചു കുട്ടിയെ പോലെ ഉബയ്യ് ഇബ്നു ഖലഫ ഷഹാദത്ത് കലിമ ഏറ്റു ചൊല്ലുകയാണ്. അവൻ തന്റെ റസൂലുള്ളാഹിന്റെ മുന്നിലിരുന്ന പല സംശയങ്ങളും ചോദിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പൊ അപ്പുറത്ത് അബൂജഹലും കൂട്ടരും കാത്തിരിക്കാൻ. എന്തിന് മനസ്സിലാകുന്നില്ല? റബ്ബേ, സ്പീഡ് കൂടിയാ. അബൂജഹലും കൂട്ടരും കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനാ കാത്തു നിൽക്കുന്നത്?
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഅ്മിനീങ്ങളെ, ബക്കറ്റ് കളക്ഷനൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും വേണ്ട വിധം ഈ സംരംഭത്തോട് സഹകരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നൂറുൽ ഉലൂം ദർസ് സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇൻഷാ അല്ലാഹ് ഇത് വലിയ വിജയത്തിലാവണം എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് എല്ലാവരും ഈ സംരംഭത്തോട് വേണ്ട വിധം സഹകരിക്കണം. നല്ല നീയത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് നല്ലൊരു ഹദിയ കൊടുക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു തആല ഇതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാ ബലാ മുസീബത്തുകളത്തോട് നമ്മളെ കാക്കട്ടെ. നമ്മളെ മക്കളെ കൊണ്ടൊക്കെ എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കാനുള്ള വലിയ ഭാഗ്യം തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. ഞാൻ പറയുന്ന ശ്രദ്ധിക്കണേ. മുത്തുനബി ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. ഉബയ്യ് ഇബ്നു ഖലഫ് ഷഹാദത്ത് കലിമയൊക്കെ ഏറ്റു ചൊല്ലി. അങ്ങനെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് ചോദിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് അബൂജഹലും കൂട്ടരും കാത്തിരിക്കാണ്. എന്തിനാ കാത്തിരിക്കണത്? മുത്ത് റസൂലിന്റെ തലപ്പ് കൊണ്ടുവരും, അത് സ്വീകരിക്കാന്നിരിക്കാണ്. കുറെ നേരം കഴിഞ്ഞിട്ടും ഉബയ്യ് ഇബ്നു ഖലഫിനെ കാണുന്നില്ല. അബൂജഹൽ ചില ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ആളുമായിട്ട് പോയതല്ലേ, തല കൊണ്ടുവരാൻ പോയതല്ലേ, എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയൂലല്ലോ, നിങ്ങളൊന്ന് ചെല്ലി ഒന്ന് നോക്കി എന്താ സംഭവിച്ചത്. ചെന്ന് നോക്കുമ്പോ കണ്ട കാഴ്ച ഒരു കൊച്ചു കുട്ടിയെ പോലെ മുത്ത് റസൂലിന്റെ മുന്നിൽ തല താഴ്ത്തിയിരിക്കുകയാണ് ഉബയ്യ് ഇബ്നു ഖലഫ്. ഇത് കണ്ടപ്പോ അവർ അന്തം വിട്ടു. അവരെ വിളിച്ചു പറഞ്ഞു, സ്വബഅ ഉബയ്യോ, സ്വബഅ ഉബയ്യ്, ഇതാ ഉബയ്യ് മതം മാറിയിരിക്കുന്നു, ഉബയ്യ് മതം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നില സബഉന്ന ഖുറൈശ്. ഇനിയിപ്പോ എങ്ങനെയാണെങ്കിൽ ഖുറൈശികളൊക്കെ മതം മാറുമല്ലോ. സങ്കടപ്പെട്ട് അവര് ചെന്നിട്ട് വിഷമം പറഞ്ഞു അബൂജഹലിനോട്. നാട്ടിലാകെ കാട്ടുതീ പോലെ വാർത്ത പരന്നു, ഉബയ്യ് മതം മാറിയിട്ടുണ്ട്. ആകെ ചർച്ചതാണ്. അപ്പൊ അബൂജഹൽ എന്ത് ചെയ്തു എന്നറിയോ? സമാധാനിപ്പിക്കണല്ലോ, പ്രശ്നാവരുതല്ലോ. അബൂജഹൽ പറഞ്ഞു, ഈ ചർച്ച നിർത്തണം, ആ കാര്യം എനിക്ക് വിട്ടോളൂ, ഞാൻ പരിഹരിച്ചോളാം. ഇനി ശ്രദ്ധിക്കണേ, അബൂജഹൽ ചെയ്തത് എന്താണെന്നറിയോ? ഈ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് ലഅനത്തുല്ലാഹി അലൈഹി. ഈ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. അവന്റെ വലങ്കൈ എന്ന് പറയാം, അവന്റെ സ്വന്തം സഹചാരിയാണ്. ഈ ഉഖബയോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിവരം ഒന്നും അറിഞ്ഞില്ലേ? എന്തേ കാര്യം? നിങ്ങളുടെ വലങ്കയ്യായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഉബയ്യ് ഇബ്നു ഖലഫ് മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ടുണ്ട്, വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾ കേട്ടപ്പോഴത്തേക്ക് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്തിന് കലിയിളകി. കാരണം മുത്ത് റസൂലിനോട് അവനുള്ള ദേഷ്യത്രയ. കഅബാലയത്തിന്റെ ചാരത്ത് സുജൂദിൽ കിടക്കുന്ന സമയത്ത് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല മുത്ത് റസൂലിന്റെ കഴുത്തിൽ കൊണ്ടുപോയിടാൻ നേതൃത്വം കൊടുത്ത അഷ്ഖന്നാസ്, ഏറ്റവും വലിയ നികൃഷ്ടനാണ് ഈ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്. അവനോടല്ലേ പറയണത്, നിങ്ങളുടെ വലങ്കയ്യായി കൊണ്ടു നടക്കുന്ന ഉബയ്യ് ഇബ്നു ഖലഫ് മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. രോഷാകുലനായി ദേഷ്യം പിടിച്ചിട്ട് അവൻ എന്ത് ചെയ്തെന്നറിയോ? എവിടെയാണ് മുഹമ്മദ് ഉള്ളത്? അവനെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. ഊരിപ്പിടിച്ച വാളുമായി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? മുത്തുനബിയുടെ മുന്നിൽ തല താഴ്ത്തി ഇരിക്കുകയാണ് ആര്? സാക്ഷാൽ ഉബയ്യ് ഇബ്നു ഖലഫ്. ഇവൻ വന്നിട്ട് അലറി വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഉബയ്യേ, അസബൗത യാ ഉബയ്യ്, എടാ ഉബയ്യേ, നീ മതം മാറിയോ? നീ മുഹമ്മദിന്റെ കൂടെ കൂടിയോ? കൂട്ടുകാരന്റെ മുഖവും ഭാവവും കണ്ടപ്പോൾ ഉബയ്യ് ഇബ്നു ഖലഫിന് തോന്നി കൂട്ടുകാരന് വല്ലാതെ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അതെ, ഞാൻ മുഹമ്മദിന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകാരനായിട്ട് തെറ്റേണ്ടി വരും. ഉടനെ ഉബയ്യന്റെ മറുപടി ഇങ്ങനെയാണ്, ലാ വല്ലാഹി ലാ വല്ലാഹി വലാകിൻ മാല ഖൽബി ലമ്മാ സമിഅതു കലാമഹു. ഇല്ല, ഞാൻ അങ്ങനെ മുഹമ്മദിന്റെ കൂടൊന്നും കൂടിയിട്ടില്ല. പിന്നെ എന്തുണ്ടായിന്ന് വെച്ചാൽ അവന്റെ ആ ഓത്തും പാട്ടൊക്കെ കേട്ടപ്പോ പെട്ടെന്ന് എന്റെ മനസ്സൊന്ന് അങ്ങട്ട് ചാഞ്ഞു എന്നുള്ളത് ശരിയാണ്. എന്റെ മനസ്സതിലേക്കൊന്ന് അങ്ങട്ട് ചാഞ്ഞു. അല്ലാതെ ഞാൻ അവനിൽ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എങ്ങനെ ഞാൻ അവനിൽ വിശ്വസിക്കും?
ഇന്നഹു ശാഇറുൻ ഇന്നഹു സാഹിറുൻ ഇന്നഹു കാദിബുൻ ഇന്നഹു കാഹിനുൻ. അവനൊരു ജ്യോത്സ്യനല്ലേ, അവനൊരു മാരണപ്പണിക്കാരനല്ലേ, അവൻ കള്ളം പ്രചരിപ്പിക്കുന്നവനല്ലേ. ആ മുഹമ്മദിൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല. മുഅ്മിനേ ശ്രദ്ധിക്ക മുഅ്മിനേ, കൂട്ടുകാരനെ തൃപ്തിപ്പെടുത്താനായി ഇങ്ങനെ ഒരു മറുപടിയാണ് തന്റെ കൂട്ടുകാരനോട് ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമായി. റബ്ബേ, കുറച്ചു മുമ്പ് ഷഹാദത്ത് കലിമ ചൊല്ലിയ മനുഷ്യനാണല്ലോ ഈ ഉബയ്യ് ഇബ്നു ഖലഫ്. വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉബയ്യ് ഇബ്നു ഖലഫ് വിശ്വസിച്ചപ്പോ അതിന്റെ ഫലമായി ഇനി പലരും വിശ്വസിക്കുമെന്ന് അവൻ ഇങ്ങനെ പറ്റിക്കുന്ന കരുതിയില്ലല്ലോ. കണ്ണ് നിറഞ്ഞുപോയി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉബയ്യ് ഇങ്ങനെ കണ്ട് പറഞ്ഞപ്പോ റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഇറങ്ങി വന്നല്ലോ മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ഓതി കേൾപ്പിച്ചതാണ് യൗമ യഅല്ലുല്ലാലിമു അലാ യദൈ ഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ ലഖദ് അളല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ. ഈ ആയത്തെ കൂട്ടുകാരെ കൊണ്ട് പഴച്ചവർക്കുള്ള മുന്നറിയിപ്പാണ്. ശ്രദ്ധിക്കണം. ആരെ കൂടെയാണ്, ഏത് കൂട്ടത്തിലാണ്, അതൊക്കെ വലിയ വിഷയ. യൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കേൾപ്പിച്ചു കൊടുക്കുക. ഈ അക്രമി അവന്റെ രണ്ട് കൈക്കും മാറി മാറി കടിക്കുന്ന ദിവസം. കൂട്ടുകാരെ കൊണ്ട് പഴച്ചു പോയ ഓരോരുത്തരും ഖേദത്തോടുകൂടെ രണ്ട് കൈക്കും മാറി മാറി കടിക്കുന്ന ദിവസം. വേദന സഹിക്കാൻ കഴിയൂല. അവരുടെ വേദന ഈ കൈക്ക് അനുഭവപ്പെടുന്നതിനേക്കാൾ വലിയ വേദന മനസ്സിനായിരിക്കും. മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, കടിച്ചിട്ട് തൊലിയൊക്കെ അങ്ങോട്ട് പൊട്ടി നരമ്പൊക്കെ അറ്റ് മാംസൊക്കെ ഉള്ളതൊക്കെ അടർന്നു പോയി, എന്നാലും കരച്ച് അവര് കടിച്ചു നിർത്തൂല. അവരിങ്ങനെ കടിച്ചോണ്ടിരിക്കും. എന്താ അവരുടെ പ്രശ്നം എന്നറിയോ? ഈ വേദന ഒന്നും അവരറിയൂല. ഇതിനേക്കാൾ എത്രയോ വലിയ വേദനയായിരിക്കും മനസ്സിൽ അനുഭവിക്കുന്നത്. എന്താ മനസ്സിന്റെ വേദന? അവരിങ്ങനെ പൊട്ടിക്കരഞ്ഞ് കൈ കടിച്ചിട്ട് വിളിച്ചു പറയും, യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ. എനിക്ക് ആ റസൂലിന്റെ കൂടെ തന്നെ കൂടിയാ മതിയായിരുന്നു. ആ റസൂലിന്റെ അനന്തരാവകാശികളായ ആലിമീങ്ങളുടെ കൂടെ തന്നെ കൂടിയാ മതിയായിരുന്നു. യാ വൈലതാ, എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്റെ ഇന്നാലിന്റെ ചങ്ങാതിമാര് പറയുന്നത് കേട്ട് അവരുടെ കൂടെ ഞാൻ നടന്നതാണല്ലോ എന്റെ നാശം. ഇങ്ങനെയൊക്കെ ഒരു സത്യം ഇവിടെ ഉണ്ടായിരുന്നു. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. ആ സത്യം എന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം എന്റെ കൂട്ടുകാരനാണല്ലോ റബ്ബേ അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചത്. കാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ. അവൻ എന്റെ പിശാചായി വരികയായിരുന്നു. അവനാണ് എന്റെ സർവനാശത്തിനും കാരണം. ആ കൂട്ടുകെട്ട് എനിക്ക് ഉപേക്ഷിക്കാമായിരുന്നു. ആ പ്രവാചകന്റെയും പ്രവാചകരുടെ അനന്തരാവകാശികളായ ഉലമാക്കളുടെയും മാർഗം എനിക്ക് സ്വീകരിക്കാമായിരുന്നു. അവരുടെ കൂടെ നിൽക്കാമായിരുന്നുവെന്ന് ആ മഹ്ശറയിൽ നരകത്തിന്റെ തൊട്ടടുത്ത് വെച്ച് വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? നമ്മളെ സാഹചര്യങ്ങൾ നമ്മൾ നന്നാവാൻ പറ്റിയ സാഹചര്യങ്ങളാവണം. അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ച് ഇവിടെയുള്ള സ്വദേശികളായ നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അങ്ങനെ ഒരു ക്ലാസും സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ഒരു കൂട്ടായ്മയാക്കി മാറ്റേണ്ടത് നമ്മളിൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. എന്നിട്ട് ആ കൂട്ടായ്മയിലൂടെ ആഖിറത്തിലേക്കും ദുനിയാവിലേക്കും ഉപകാരപ്രദമായ ദീനിയായ എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യണം.
അതിനൊക്കെ നമ്മൾ വേണ്ടതുപോലെ പരിശ്രമിക്കണം. അതൊന്നുമില്ലാതെ ഇതിൽ നിന്നൊക്കെ മുഖം തിരിച്ച് നടക്കുകയാണെങ്കിൽ അതന്നെയാണ് ഉലമാക്കളിൽ നിന്നും ഫുഖഹാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടൽ. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ശക്തമായ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ നല്ല വഴിക്കാക്കി തരട്ടെ. നന്മയുടെ മാർഗം തെരഞ്ഞെടുക്കാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെയും നൽകട്ടെ. അപ്പോൾ കാര്യത്തിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൽമാണ്. ഓരോ ഇൽമും കിട്ടുന്നതിനനുസരിച്ച് ആ വിഷയത്തിൽ നമ്മൾ ആലിമാവുകയാണ്. അതിനനുസരിച്ച് നമ്മളെ ദറജ കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ത് വിചാരിച്ചത്? ആലിമിന്റെ മഹത്വം എന്താ റസൂലുള്ള പറഞ്ഞത്? നൗമുൽ ആലിമി ഖൈറും മിൻ ഇബാദത്തിൽ ജാഹിൽ. എന്താ അർത്ഥം? നൗമുൽ ആലിം, ഒരു യഥാർത്ഥ വിവരമുള്ള ഒരാൾ, ഒരു പണ്ഡിതൻ കിടന്നുറങ്ങുന്നത് അത് ഖൈറും മിൻ ഇബാദത്തിൽ ജാഹിലി, ഒരു വിവരമില്ലാത്തവന്റെ നിസ്കാരത്തേക്കാൾ ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതെന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ആലിമിന്റെ ഉറക്കാണ് ജാഹിലിന്റെ നിസ്കാരത്തേക്കാൾ ഖൈറ്. അതെങ്ങനെയെന്നറിയോ? ഒരു ആലിമ് കടന്നുറങ്ങുകയാണെങ്കിൽ അയാൾക്കറിയാം ഈ ഉറക്ക് എങ്ങനെ ഇബാദത്താക്കാം, ഈ ഉറക്കിൽ നടക്കുന്ന ശ്വാസോച്ഛ്വാസങ്ങൾ എങ്ങനെ ഇബാദത്താകും, തസ്ബീഹാകും. ഈ വിജ്ഞാനം അയാൾക്കുണ്ട്. അപ്പോൾ അയാളുടെ ഉറക്ക് തന്നെ സത്യത്തിൽ ഇബാദത്തായി. എന്നാൽ വിവരമില്ലാത്ത ഒരുത്തൻ നിസ്കരിക്കുന്നുണ്ട്. ഓനിങ്ങനെ എല്ലാരും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നത് പോലെ മൂപ്പരും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നുണ്ട്. ഇത് നിയ്യത്താണ്. ഇതിൽ മനസ്സിൽ കരുതലാണ് നിർബന്ധം. ആ നിയ്യത്തിൽ തന്നെ നിർബന്ധമായും കരുതേണ്ടതുണ്ട്. കരുതൽ സുന്നത്തായ കാര്യങ്ങളുണ്ട്. ആ കരുതൽ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമുമായി അന്വയിച്ചു വരണം. ഈ വിവരമൊക്കെ ഉണ്ടെങ്കിലേ നിയ്യത്ത് സഹീഹാകൂ. നിയ്യത്ത് സഹീഹായാലേ നിസ്കാരം സഹീഹാകൂ. ഇതൊന്നും അറിയാത്ത ഒരാൾ അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടിയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അത് വെറുതെ ഒരു നിക്കയിരിക്കൽ എന്നല്ലാതെ അതെങ്ങനെ ഇബാദത്താകും? അവ പ്രത്യക്ഷത്തിൽ ഇത് ഇബാദത്താണെങ്കിലും സത്യത്തിൽ അത് ഇബാദത്തല്ല. എന്നാൽ പണ്ഡിതന്റെ ഉറക്കെ ഇബാദത്താണ്. ഇവന്റെ നിസ്കാരം ഇബാദത്തല്ല. ഒരാൾ ഒരുപാട് അമല് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ അമല് സ്വഹീഹാകാൻ അനിവാര്യമായ വിജ്ഞാനമില്ലാതെയാണ് അവൻ അമല് ചെയ്യുന്നതെങ്കിൽ അവന്റെ അമല് തള്ളപ്പെടുന്നതാണ്. അത് സ്വീകരിക്കില്ല. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പരമാവധി ഇതൊക്കെ അറിയാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.